ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സിംപ്ലി ഫിൽമി. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ജിത്തു ജോസഫ് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള മിറാഷ് ഇന്ന് തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഞാനിപ്പോൾ സിനിമ കണ്ടു. ആ സിനിമയെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ എനിക്ക് അത്യാവശ്യം പേഴ്സണലി നല്ലപോലെ വർക്കായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. സിനിമയിലെ ഒരു പ്രധാന പോസിറ്റീവ്സിൽ തന്നെ നമുക്ക് ആദ്യം ആരംഭിക്കാം. ആരും തന്നെ എനിക്കിതിൽ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ പെർഫോമൻസ് സൈഡാണ്. അതിൽ അപർണ ബാലമുരളി, ആസിഫ് അലി, അതേമാതിരി തന്നെ മെയിനായിട്ട് ഇതിൽ കുറേ ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹക്കീം ഷാ ഉണ്ട് ഈ സിനിമയിൽ, പിന്നെ ആസിഫ് അലി, അപർണ ബാലമുരളി, അതേമാതിരി തന്നെ നമ്മുടെ ദീപക് പറമ്പോൾ, അങ്ങനത്തെ കുറേ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. ഇതിലെനിക്ക് പേഴ്സണലി എടുത്തു പറയേണ്ട പെർഫോമൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അപർണ ബാലമുരളിയുടെ ആസിഫ് അലിയുടെയും തന്നെയാണ്. അവർ രണ്ടുപേരും നല്ല പെർഫോമൻസ് ആയിരുന്നു. അവരുടെ ക്യാരക്ടേഴ്സ് അവരുടെ കയ്യിൽ ഭദ്രമായിരുന്നു. ആ ക്യാരക്ടേഴ്സ് അവർ നല്ലപോലെ പോർട്രേ ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവായിട്ട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിലൊരു ഗുണ്ടയുടെ ക്യാരക്ടറുണ്ട്. പുള്ളി അത് ടെററായിരുന്നു. പുള്ളിനെ എപ്പോൾ കണ്ടാലും നമുക്ക് പേടിയാവുമായിരുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടറുണ്ട്. ആളുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ സിനിമയിലെ പ്രധാനപ്പെട്ട പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഈ സിനിമയുടെ മ്യൂസിക് സൈഡാണ്. ഇതിൻ്റെ ഒരു BGM ആണ്. ഇതിലധികം ട്രാക്കായിട്ട് പാട്ടുകളായിട്ട് അങ്ങനെയൊന്നുമില്ല, ഒരു പാട്ടെന്തേ ഉള്ളൂ. പക്ഷേ മ്യൂസിക് സൈഡ് BGM അത്യാവശ്യം നല്ലപോലെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മുടെ ജിത്തു ജോസഫ് സിനിമകളിൽ നമ്മൾ സാധാരണ മ്യൂസിക് കൈകാര്യം ചെയ്തത് അനിൽ ജോൺസൺ ആണ്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൽ വിഷ്ണു ശ്യാമാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നല്ല വർക്കായിട്ടുണ്ട് എന്നോട് ഫീൽ ചെയ്തിട്ടുള്ളത്. ചില സമയങ്ങളിൽ എനിക്ക് പറയുന്ന മാതിരി തന്നെ ഒരു ജിത്തു ജോസഫിൻ്റെ സ്ഥിരം പാറ്റേണിലുള്ള മ്യൂസിക് തന്നെയാണ്. ആളുടെ സിനിമകളിൽ സ്ഥിരമായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് മ്യൂസിക് തന്നെയാണ് ഈ സിനിമയിൽ ഉള്ളത്. പക്ഷേ അത് ആ സീനുമായിട്ട് ബ്ലൻഡായിട്ട് വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. തിയേറ്ററിൽ അത്യാവശ്യം നല്ലപോലെ എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രധാന പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫിയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമാറ്റോഗ്രഫിക് ഗിമ്മിക്കുകൾ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്ത്, എന്താ പറയുക, ഒരു സിനിമാറ്റോഗ്രഫിക് ഒരു കഴിവ് മൊത്തത്തിൽ പുറത്തുവിടേക്കേണ്ട അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് അല്ല ഇത്. പൊതുവേ ജിത്തു ജോസഫിൻ്റെ സിനിമകളും അങ്ങനെയാണ്. മോസ്റ്റ് സിമ്പിൾ വേയിലാണ് ആളെപ്പോഴും കഥ പറയാറുള്ളത്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമാറ്റോഗ്രഫി അതുപോലെ തന്നെയാണ്. സതീഷ് കുറുപ്പാണ് ആളുടെ സ്ഥിരം ടീം തന്നെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. സതീഷ് കുറുപ്പാണ് സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്. നല്ലൊരു വർക്കായിരുന്നു. പിന്നെ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ എഴുത്താണ്. ഇത് ജിത്തു ജോസഫും പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു ശ്രീനിവാസ് എന്ന് പറഞ്ഞ ഒരാളും കൂടിയാണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത്. എന്താ പറയുക, ഈ സിനിമയുടെ പേരുണ്ടല്ലോ, മിറാഷ് എന്ന് പറയുന്ന ഈ പേര്, ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു പേര് എനിക്ക് തോന്നുന്നില്ല ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന്. കാരണം പേരിൽ ആ സിനിമയുണ്ട്. അതായത് നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒന്നുമില്ല, അതല്ല യഥാർത്ഥ പ്രോബ്ലം എന്നുള്ളത് അത് തന്നെയാണ് ഈ സിനിമയിലൂടെ പറയുന്നതും. അതായത് സിനിമ മൊത്തത്തിൽ ഭയങ്കര എൻഗേജിങ് ആണ്. കാരണം സിനിമയിൽ ഇവൻറ്റ്ഫുൾ ആയിട്ട് സിനിമ ഇങ്ങനെ അവരെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ അവർ പറഞ്ഞ സെയിം തന്നെയാണ്. അതായത് ഭയങ്കര ഇവൻറ്റ്ഫുള്ളായിട്ട് ഇങ്ങനെ ഓരോരോ ഇവൻറ്റ്സ് ആയിട്ട് ബിൽഡ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. ഭയങ്കര ഇവൻറ്റ്ഫുള്ളായിരുന്നു സിനിമ. എനിക്കത് ഈ സിനിമയുടെ ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു. ഒരു സീനിൽ പോലും നമുക്ക് കണ്ടിരിക്കുന്ന ഓഡിയൻ അത് എന്താ പറയുക, ഒരു മടുപ്പ് തോന്നാതെ ഭയങ്കര രസമായിട്ട് ഭയങ്കര ഇവൻറ്റ്ഫുള്ളായിട്ട് കടന്നു പോകുന്ന ഒരു നല്ലൊരു പഞ്ചുള്ളൊരു സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. മേ ബി നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കുക, അത് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് നല്ലപോലെ തന്നെ വർക്കായിട്ടൊരു സിനിമയാണ്. പിന്നെ ഈ സിനിമ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ യൂസേജ് കൊണ്ട് ഒരു സിനിമയ്ക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഈ സിനിമയുടെ വീഡിയോ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന പ്ലോട്ട് ട്വിസ്റ്റുകൾ, ഈ സിനിമ OTT റിലീസാവുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ട്വിസ്റ്റുകൾ സംസാരിക്കുന്ന കുറേ ഫേസ്ബുക്ക് പേജുകളും കുറേ ഇൻസ്റ്റഗ്രാം ചാനൽസും അങ്ങനെ കുറേ ഒരു ഏരിയ ഉണ്ട് അങ്ങനെ. അപ്പം അങ്ങനത്തെ ഏരിയകളിൽ ഈ സിനിമ ചർച്ചയാവുമ്പോൾ ഇതിൻ്റെ പ്രധാന പ്ലോട്ട് ട്വിസ്റ്റുകൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു ഓഡിയൻസ് ഈ സിനിമ എന്തോരം അത് പേഴ്സണലി ഞാൻ ഒരു സിനിമ റിലീസാവുന്നതിന് മുന്നേ എൻ്റെ ട്രെയിലർ മോസ്റ്റ്ലി നമ്മൾ അത്ര ആൻറ്റിസിപ്പേറ്റഡ് ആണെങ്കിൽ ട്രെയിലർ കാണാറുണ്ട്. പക്ഷേ ഈ സിനിമയുടെ കേസിൽ ഞാൻ ട്രെയിലർ പോലും കാണാതെയാണ് സിനിമയ്ക്ക് കയറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ ആ ഒരു കിക്കുണ്ട്, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ആ ഒരു ത്രില്ലുണ്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ത്രില്ലും ഈ പ്ലോട്ട് ട്വിസ്റ്റുകളും അതുപോലെ തന്നെ ടേണും എല്ലാം അറിഞ്ഞു പോകുന്ന ഒരു സാധാരണ ഓഡിയൻ ഇത് എന്തോരം കിട്ടണം എന്നുള്ള കാര്യത്തിൽ ഞാൻ കുറച്ച് ഡൗട്ട്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ആരും അങ്ങനത്തെ ഇതിലെ സ്പോയിലേഴ്സ് ആരും സ്പോയിൽ ചെയ്യാതിരിക്കുക, ആരും അത് എവിടെ എഴുതി പറയാതിരിക്കുക. കാരണം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ആ ഒരു ട്വിസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് എത്ര അത് ഇനി എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര അത് ഇൻവോൾവ് ആയിട്ടിരുന്ന് കാണാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ പ്രേക്ഷകരോട് ആയിട്ട് പറയുകയാണ്. ദൈവത്തെ ഓർത്ത് ഈ സിനിമയിലെ പ്ലോട്ട് ട്വിസ്റ്റുകളും ഇതിൽ വരുന്ന ഇവൻറ്റ്സും അല്ലെങ്കിൽ ഇതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ അവരുടെ ക്യാരക്ടർ അൺഫോൾഡ് ചെയ്ത് വരുന്ന കാര്യങ്ങളും അതൊന്നും എങ്ങനെ ഡിസ്കസ് ചെയ്യാതിരിക്കുക. കഴിവതും എല്ലാവരും ആദ്യം തന്നെ പോയി സിനിമ കാണുക. ഏറ്റവും നല്ല തിയേറ്റേഴ്സിൽ തന്നെ കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും.
ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രം പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഡിഫറൻ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, ഇഷ്ടപ്പെടാം. അതെല്ലാം നിങ്ങളുടെ ഒരു ആസ്വാദന നിലവാരത്തിനടുത്ത് ഞാൻ വിടുകയാണ്. അത് ഇറ്റ്സ് അപ് ടു യു. സോ ആ ഒരു നോട്ടിൽ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു സിനിമയുടെ വീഡിയോ ഇട്ട് കാണും വരെ ബൈ. താങ്ക് യു.